ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ്. ആനുവൽ എക്സാം 2025-നെയാണ്. അപ്പോൾ നമുക്കറിയാം പുതിയ സിലബസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെക്രൗൽ ഹിക്കായ വനുജീബ് അൻ നസ്ലത്തിൽ താലിയ. എന്താണ്? താഴെയുള്ള ഹിക്കായ വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഹിക്കായ എന്ന് പറഞ്ഞാൽ ഒരു വിവരണം. ഓക്കെ, ഹിക്കായ അല്ലെങ്കിൽ ഫിക്ര എന്നൊക്കെയാണ് നിങ്ങൾക്ക് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാറുള്ളത്, അല്ലെങ്കിൽ ബയാനാത്ത് എന്നും പറയാറുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു പാരഗ്രാഫ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു നോക്കണം. റാഷിദുൻ ദാരിസുൻ ഫിസ്സൊഫിൽ ഹാമിസ്. എന്താണ്? റാഷിദ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. യൗമെ കാന യർജു മിൻ മദ്രസത്തി. ഒരു ദിവസം അവൻ മദ്രസയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഫറഹ ഫിത്തോരിക്ക് ബബു ആവ് സക്കത്ത മിൻ തജ്വീഫിഹി. അങ്ങനെ അവൻ എന്ത് ചെയ്തു? വഴിയരികെ ഒരു ബബു ആവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരറ്റ്, തത്ത അല്ലെ, ഒരു തത്ത അതിൻ്റെ കൂട്ടിൽ നിന്നും വീണ് കിടക്കുന്നതായിട്ട് കണ്ടു. വസമിയ കിത്തൻ യമൂഹു മിൻ കരീബ്. അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കിത്ത് എന്താണ്? പൂച്ച, ഒരു പൂച്ചയുടെ സൗണ്ടും കേട്ടു. അസറ റാഷിദ് ഇലാൽ ബബു വഹദ ഹജറം വറമ നെഹ്വൽ കിത്തി വഫറൽ കിത്ത്. എന്താണ്? അങ്ങനെ റാഷിദ് വേഗം ആ ഒരു ബബുആവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒരു കല്ലെടുത്തു. അഹദൽ ഹജർ എന്ന് പറഞ്ഞാൽ കല്ല്. ഒരു കല്ലെടുത്തിട്ട് വറമ അത് എറിഞ്ഞു. നെഹ്വൽ കിത്ത് എന്താണ്? കിത്തിൻ്റെ നേരേക്ക്. വഫറൽ കിത്ത്. അങ്ങനെ കിത്ത് എന്ത് ചെയ്തു? ആ പൂച്ച അവിടെ നിന്ന് ഓടിപ്പോയി. ആ റാഷിദ് അസ്തിക്കാഹു വദഹബു ബിഹി ഇലൽ മുസ്തശ്ഫിൽ ബൈത്തരിയ. അങ്ങനെ അവൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് അവരെന്ത് ചെയ്തു? മുസ്തശ്ഫിൽ ബൈത്തരിയ, മൃഗാശുപത്രിയിലേക്ക് പോയി. ബാദൽ ഇലാജി വലഊഹു ഫി തജ്വീഫി. അങ്ങനെ ഈ ബബുആയിനെ പരിശോധിച്ചതിന് ശേഷം അതിനെ നേരെ കൂട്ടിൽ കൊണ്ടുവന്നാക്കി. ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ്. ചോദ്യം, മൻ സഖത മിൻ തജ്വീഫിഹി. ആരാണ് കൂട്ടിൽ നിന്നും വീണത്? ആരായിരുന്നു കൂട്ടുകാരെ കൂട്ടിൽ നിന്നും വീണത്? ബബുആ ആണ് അല്ലേ, അൽ ബബുആ. സെമിയൽ കിത്തിൻ്റെ സൗണ്ട് കേട്ടു. ഡാഷ് മിൻ കരീബ്. എവിടെ നിന്നാണ്? എങ്ങനത്തെ സൗണ്ടാണ് കേട്ടത്? എമു അല്ലേ, കരയുന്ന സൗണ്ടായിട്ട് കേട്ടു. മൂന്നാമത്തേത്, ബിമറമ റാഷിദുൽ കിത്ത്. എന്തുകൊണ്ടാണ് റാഷിദ് ആ കിത്തിനെ എറിഞ്ഞത്? എന്തുകൊണ്ടാണ്? ബിൽ ഹജർ എന്ന് പറഞ്ഞാൽ കല്ലുപയോഗിച്ചാണ് എറിഞ്ഞത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, മാ മുഫ്രദ് കലിമത്തിൽ അസ്തിക എന്നതിനെ മുഫ്രദ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അസ്തിക എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, അതെന്താണ്? ജം ആണ് അല്ലേ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കുറേ ആളുകളുണ്ട്, അപ്പോൾ അത് ജം ആണ്. അപ്പോൾ ഏകവചനമാണ് എഴുതേണ്ടത്. ഏകവചനം എന്താണ്? സ്വദീഖ് എന്നുള്ളതാണ്. അഞ്ചാമത്തേത്, ഇല ഐന ദഹബ അസ്തിക ബിൽ ബബുആ. ബബുആയിനെയും കൂട്ടി കൂട്ടുകാരൻ്റെ കൂടെ എവിടേക്കാണ് പോയത്? മുസ്തശ്വൽ ബൈത്തരിയ അല്ലെ, മൃഗാശുപത്രിയിലേക്കാണ് പോയത്. അപ്പോൾ 5 ചോദ്യവും അവിടെ ഉത്തരവും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. നുക്കമ്മിൽ കമാഫിൽ മിസാൽ. ബ്രാക്കറ്റിലുള്ളതുപോലെ ഈ എക്സാമ്പിൾ തന്നതുപോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? അന അക്തുബു. എന്താണ്? അന എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ, ഞാൻ എന്നാണ്. അയാം അക്തുബു എന്താ ചെയ്യുന്നത്? എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടെ എക്തുബു എന്നാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. ഈ അക്തുബു എന്നുള്ളത് എന്താണ്? ഫേലുൽ മുലാരിയാണ്. ഓക്കെ, ഫേലുൽ മുലാരിയാണ്. പക്ഷേ ഈ എക്തുബു എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? കൂട്ടുകാർ മനസ്സിലാക്കണം. എക്തുബു എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഹുവ എന്നതിൻ്റെ കൂടെയാണ്. ഓക്കെ, ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നതിൻ്റെ കൂടെയാണ് എക്തുബു എന്ന് ഉപയോഗിക്കുന്നത്. ഇനി അവളാണെങ്കിൽ അതെന്തായിട്ട് മാറും? തെക്തുബു എന്നായിട്ട് മാറും. തെക്തുബു എന്ന് പറയുമ്പോൾ ഹിയ എന്നതിൻ്റെ കൂടെ അഥവാ അവൾ എന്നതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. ഇനി ഇത് തന്നെ ഞാനായിട്ട് മാറുമ്പോൾ എന്താവും? അക്തുബു എന്നായിട്ട് മാറും. അക്തുബു അനയുടെ കൂടെയാണ്, ഞാൻ എന്നതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് നെക്തുബു ആണ്. നെക്തുബു എന്നുള്ളത് നെഹ്നു, ഞങ്ങൾ എന്നതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. ഓക്കെ, ഞങ്ങൾ എന്നതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഇത് എന്തിൻ്റെ കൂടെയാണ്? മുലാരിൻ്റെ കൂടെയാണ്. ഇതാണ് ഫേലുൽ മുലാരിൻ്റെ കേസിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, മുലാരിൻ്റെ കേസിൽ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. എക്തുബു എന്നുള്ളത് യാ എന്നുള്ളത് ഹുവയുടെ കൂടെ, താ എന്നുള്ളത് ഹിയയുടെ കൂടെ, ആ എന്നുള്ളത് അനയുടെ കൂടെ, നാ എന്നുള്ളത് നെഹ്നുവിൻ്റെ കൂടെ. മനസ്സിലായില്ലേ? ഇനി ഇവിടെ എക്സാമ്പിൾ നോക്കൂ. അന ഡാഷ് എജിലിസു എന്നതാണ്. അപ്പോൾ അവിടെ എന്തായിട്ട് മാറും? എജിലിസു എന്നുള്ളത് അജിലിസു എന്നായിട്ട് മാറും. ഇനി നെഹ്നു യക്റഉ എന്ന് പറഞ്ഞാൽ വായിക്കുക. അപ്പം നെഹ്നു എന്തായിട്ട് മാറും? നെഹ്നു നെക്റഉ എന്നായിട്ട് മാറും. നെഹ്നു നെക്റഉ. മനസ്സിലായില്ലേ? ഇനി താഴേക്ക് നോക്കൂ.
ഇവിടെ അന ഡാഷ് എൽ അബു എന്നതാണ്. അപ്പോൾ അവിടെ എന്താണ്? അന അൽ അബു എന്നായിട്ട് മാറും. അന അൽ അബു. ഇനി ഹുവ അസ്മഉ എന്നുള്ളത് എന്താവും? ഫസ്റ്റ് യാ ചേർക്കുക. അപ്പോൾ അവിടെ യസ്മഉ എന്നായിട്ട് മാറും. യസ്മഉ. ഇനി ഹിയ എന്നുള്ളതാണ് എനാമു എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തനാമു എന്നായിട്ട് മാറും. ഓക്കെ, തനാമു. അപ്പോൾ അനയുടെ കൂടെ നമ്മൾ ആ എന്നതാണ് കൂടെ ചേർക്കുന്നത്. ഹുവയുടെ കൂടെ ചേർക്കുന്നത് യാ എന്നതാണ്. ഹിയയുടെ ഫസ്റ്റായിട്ട് വരുന്നത് താ ആണ്. നെഹ്നുവിൻ്റെ ഫസ്റ്റായിട്ട് വരുന്നത് എന്താണ്? നൂനാണ്. ഇത് എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇത് മുലാരിൻ്റെ കേസിലാണ്, പ്രസൻറ്റ് ടെൻസിലാണ് ഇങ്ങനെ വരുന്നത്. പാസ്റ്റ് ടെൻസിൽ ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നുക്കമ്മിൽ ഫറാഹ് എന്താണ്? ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദഹബ ഇവിടെ ബ്രാക്കറ്റിലുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ലീ എന്ന് പറഞ്ഞാൽ വേണ്ടി, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് അർത്ഥം. അതാ നമ്മൾ പറയില്ലേ കുപ്പിയിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഫി ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അല അൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ അൻ ഉപയോഗിക്കുക. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ് അർത്ഥം. മിൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്. അല എന്ന് പറഞ്ഞാൽ എന്താണ്? അല അതിൻ്റെ മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ദഹബൻ നബീൽ ഡാഷ് ഇല സൂക്കി എന്താണ്? നബീൽ സൂക്ക്. അപ്പോൾ സൂക്കി ലേക്ക് എന്നാണല്ലോ. അപ്പോൾ അവിടെ ലേക്ക് എന്ന് വരുമ്പോൾ ഇല എന്നുള്ളതാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇല എന്ന് ചേർക്കുക. ഇനി കതബത് ദാരിസ് എന്താണ്? വിദ്യാർത്ഥി എഴുതി. ഡാഷ് കലം എന്താണ്? കലം പേന കൊണ്ട് എഴുതി എന്നതാണ്. അപ്പോൾ ബി എന്നാണ് വരേണ്ടത്. ഇവിടെ നമുക്ക് അന്നും ഉപയോഗിക്കാവുന്നതാണ്. പേനനെ കുറിച്ച് എഴുതി എന്ന് നമുക്ക് പറയാം. ഇനി നാമൽ വലുതു എന്താണ്? കുട്ടി ഉറങ്ങി. ഡാഷ് ശരീർ എവിടെ ഉറങ്ങുന്നത്? കട്ടലിൻ്റെ മുകളിലാണോ അതോ കട്ടലിൻ്റെ ഉള്ളിലാണോ? മുകളിലാണോ ഉറങ്ങാറല്ലേ? അപ്പോൾ അല എന്നതാണ് വേണ്ടത്. അല എന്ന് ചേർക്കുക. ഇനി തെക്കൂമുൽ ബിന്തു പെൺകുട്ടി നിന്നു. പെൺകുട്ടി എഴുന്നേറ്റു. ഡാഷ് നൗമി ബാക്കിറൻ എന്താണ്? ഉറക്കത്തിൽ നിന്നുമാണ് അല്ലേ? നേരത്തെ ഉറക്കത്തിൽ നിന്നും. അപ്പോൾ ഉറക്കത്തിൽ നിന്നും എന്ന് വരണമെങ്കിൽ മിൻ എന്നത് ഉപയോഗിക്കണം. ഇനി യൗമൽ മുസാരി കൃഷിക്കാരൻ ജോലി ചെയ്യുന്നു. എവിടെയാണ്? ഹക്കിൽ വയലിലാണല്ലേ? അപ്പോൾ അവിടെ ഫിൽ ഹക്കിൽ എന്നാണ് വരേണ്ടത്. ഫിൽ ഹക്കിൽ. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് പഠിക്കാം. അടുത്തത് നെഹ്തർ ജവാബെ മുനാസിബെ മിനൽ കൗസേനി ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡാഷ് ഫാത്തിമ തുഫാഹ എന്താണ്? ഫാത്തിമ തുഫാഹയുമുണ്ട്. അക്കൽത്ത് ഹത്തഫ കത്ത ഇവിടെ എന്താണ്? ഇതെല്ലാം ഫീലുൽ മാലിയാണ്. ഫീലുൽ മാലിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസ് ആയിട്ടുള്ളത് ഏതാണോ? ഇപ്പോൾ കത്ത എന്നാണെങ്കിൽ അത് എന്തായിരിക്കും? അത് ഹുവയുടെ കൂടെയാണ് ചേർക്കുക. അത് കത്താത്ത് എന്നാണെങ്കിൽ അത് ആരുടെ കൂടെയാണ്? ഹിയയുടെ കൂടെ ചേർക്കും. ഓക്കെ, ദെൻ കത്ത എത്തു എന്നാണെങ്കിൽ ആരുടെ കൂടെയാണ്? അത് അനയുടെ കൂടെ ചേർക്കും. ദെൻ കത്ത ഇന എന്നാണെങ്കിൽ അത് നമ്മൾ നെഹ്നുവിൻ്റെ കൂടെ ചേർക്കും. ഇതാണ് ഫെയിലുൽ മാലിയുടെ എന്താ പറയുക നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫാത്തിമയാണ്. ഫാത്തിമയുടെ കൂടെ എന്ത് വേണം? താ കൂടെ വേണം. അപ്പോൾ അക്കൽത്തു എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി യസൂറു ഡാഷ് ജദ്ഹു യസൂറു എന്താണ്? ഫീലുൽ മുലാരിയാണ്. സന്ദർശിച്ചു. ജദ്ഹു എന്താണ്? അവൻ്റെ വല്ലിപ്പയാണ്. അപ്പോൾ ആരായിരിക്കും? ഫാത്തിമ മുഹമ്മദ് ത്വാലിബ. ഇവിടെ ഫാത്തിമയും ത്വാലിബ എന്നുള്ളത് എന്താണ്? പെണ്ണാണ്, മുഅന്നസാണ്. അപ്പോൾ അവിടെ മുഹമ്മദ് മാത്രമാണ് മുസക്കറായിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദാണ് അവിടെ ശരിയായിട്ടുള്ളത്. ഇനി അന ഡാഷ് ഷായ് എന്താണ്? ഞാൻ ചായ കുടിച്ചു ആണല്ലേ? അപ്പോൾ അവിടെ അഷ്റബു ആണോ യഷ്റബു ആണോ തഷ്റബു ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞു അനയുടെ കൂടെ അഷ്റബു എന്നാണ് വരേണ്ടത്. അപ്പോൾ അഷ്റബു ആണ് ശരിയായിട്ടുള്ളത്. ഡാഷ് ബിന്തു ത്വാം എന്താണ്? പെൺകുട്ടി ഭക്ഷണം. എനാവലു തെനാവലു യഷ്റബു ഇവിടെ എന്താണ്? യഷ്റബു എനാവലും എന്നുള്ളത് ഫെയിലുൽ നമ്മുടെ ഹുവയുടെ കൂടെയാണ് ചേർക്കേണ്ടത്. ബിന്തി എന്നുള്ളത് ഹിയയാണ്. അപ്പോൾ അവിടെ തെനാവലു എന്ന് ചേർക്കണം. ഇനി അടുത്തത് ഫാത്തിമ ബിന്ത്. ഫാത്തിമ പെൺകുട്ടിയാണ്. കബീർ വലുത്, സ്വൈർ ചെറുത്, സ്വൈറത്ത് ചെറുത്. ഇതിലേതാണ്? ഇവിടെ ഫാത്തിമ ബിന്ത് എന്നുള്ളത് എന്താണ്? നമ്മുടെ മുഅന്നസാണ് അല്ലേ? മുഅന്നസാണ്. അതുകൊണ്ട് തന്നെ സ്വൈറത്ത് എന്നുള്ളതും മുഅന്നസായിട്ട് വരണം. അപ്പോൾ ഇവിടെ താ ഉള്ളത് കൊണ്ട് ഇതാണ് ഇതിൽ മുഅന്നസായിട്ടുള്ളത്. ഇത് രണ്ടും എന്താണ്? മുദക്കറാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടുകാർ ഗ്രാമർ സെക്ഷനാണ്, ഒന്ന് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത് നോക്കൂ. നുക്കമ്പലുൽ ഹിവാർ മി മുസാദത്തെ കലിമത്തിൽ ഖാന ബ്രാക്കറ്റിലുള്ള
വാക്കുകളുടെ സഹായത്തോടു കൂടിയിട്ട് ഈ ഹിവാർ കംപ്ലീറ്റ് ചെയ്യണം. ഹിവാർ എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ അല്ലേ, സംഭാഷണം കംപ്ലീറ്റ് ചെയ്യണം. മുനീറ വാദിനാൻ എദുർസാനി ഫി സൊഫിൽ ഖാമിസ്. എന്താണ്? മുനീറയും അദ്നാനും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. യൗമൻ അദ്ഖൽതു മുനീറ ഫിൽ മുസ്തഷ്ഫ. ഒരു ദിവസം മുനീറയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ബിമറദുൽ കൽബ്. എന്താണ്? അവൾക്ക് ഹൃദ്രോഗമാണ്. കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, ഹൃദയവുമായി ബന്ധപ്പെട്ട എന്തോ രോഗമാണ്. വയ്യ തഹ്താജു ഫി മബ്ലൈ ത്വായിലിൽ അംലിയത്തിൽ ജിറാഹിയ. അതിനെ പരിശോധിച്ചതിന് ശേഷം അവർ പറഞ്ഞു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരുപാട് പണം ആവശ്യമാണെന്ന് പറഞ്ഞു. തഷാവർ അദ്നാൻ മാ വാലിദിഹിം. അങ്ങനെ അതിനാൽ എന്ത് ചെയ്തു? അവൻ്റെ ഉമ്മയുമായിട്ട് ഒന്ന് പറയാണ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മുസാദത്തിഹ, അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഫജറാ ബൈനഹും ഹിവാർ. അപ്പോൾ അവർ തമ്മിലുള്ള ഹിവാറാണ് നുക്കമ്മിലുൽ ഹിവാർ. അപ്പോൾ ഈ ഹിവാറാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ബോക്സിലുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഐന എന്ന് പറഞ്ഞാൽ എന്താണ്? വേർ എന്നാണ് അർത്ഥം. എവിടെ? മുന്തു എന്ന് പറഞ്ഞാൽ സിൻസ്. ഓക്കെ, അത് മുതൽ എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ മുന്തു എന്ന് ഉപയോഗിക്കുക. അംലിയത്തുൽ ജിറാഹിയ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഓപ്പറേഷൻ. ദെൻ മാതാ എന്ന് പറഞ്ഞാൽ എന്ത്. ഓക്കെ, വാട്ട് എന്നതാണ് അർത്ഥം. കം എന്ന് പറഞ്ഞാൽ ഹൗ മച്ച്. ഓക്കെ, ഹൗ മച്ച് അല്ലെങ്കിൽ ഹൗ മെനി എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. അല്ലുമ്മ യാ അദ്നാൻ. ഉമ്മ പറയാണ്, എൻ്റെ അദ്നാനെ ഡാഷ് അസാബത്ത് മുനീറ. മുനീറാക്ക് സംഭവിച്ചത് എന്താ ചോദിക്കുക, എന്താ സംഭവിച്ചത് എന്നാണല്ലേ. അപ്പം മാതാ എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി അപ്പോൾ അതിനാൻ പറയാണ് മറന്നുൽ കൽബ്, അവൾക്ക് ഹൃദ്രോഗമാണ്. അപ്പം ഉമ്മ ചോദിക്കുകയാണ് ഡാഷ് ഹിയൽ ഹാൻ. എന്താണ്? ഇപ്പോൾ അവൾ ഇപ്പോൾ എന്നാണ്. അപ്പം എന്താണ്? അവൾ ഇപ്പോൾ എവിടെ എന്നായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ ഐന ഹിയൽ ആൻ, അവളിപ്പോൾ എവിടെയായിരിക്കും. അപ്പം അതിനാൻ പറയാണ് ഹിയ ഫിൽ മുസ്തഷ്ഫ, അവളിപ്പോൾ ഹോസ്പിറ്റലിൽ ആണ്. അപ്പം ഉമ്മ പറയാണ് മത്താ ഹുദൈൽതു ഫിൽ മുസ്തഷ്ഫ, അവളെ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. അപ്പം എന്തായിരിക്കും? അവിടെ സമയമാണല്ലേ. ഡാഷ് ഉസ്ബു എന്നാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടത് മുന്ത് എന്നുള്ളതാണ്. മുന്ത് ഉസ്ബു. ഉമ്മ മാതാ വസഫത്ത് തൊബീബ്. എന്താണ് ഡോക്ടർ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അംലിയത്തുൽ ജിറാഹിയ, അവൾക്ക് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഉമ്മ ചോദിക്കുകയാണ് ഡാഷ് മബ്ലഗ് തഹ്താജുൽ മുനീറ. എന്താ? പൈസ ആവശ്യം. അപ്പം എന്താണ്? എത്ര എന്നാണ് അല്ലേ. കം മബ്ലഗ് തഹ്താജുൽ മുനീറ, എത്രയാണ് അവളുടെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ളത്. അതിനാൽ പറയാണ് തഹ്താജു ഇല 400,000 രൂപ. ഓക്കെ, ഇത്രയും പൈസയാണ് അവൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഉമ്മ പറയാണ് നസ്തായിദ് മുനീറ ഇൻഷാ അല്ലാഹ്, നമുക്ക് എന്തായാലും മുനീറയെ സഹായിക്കണം. അതിനാണ് ശുക്രയ്യ ഉമ്മി, എന്താണ്? നന്ദിയുണ്ട് ഉമ്മ എന്ന് പറയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ബർനാമിജ് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ അറബിക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്തായാലും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.